ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രഘുനന്ദനായ. ഓം ശ്രീരാമചന്ദ്രായ നമ. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, രാമായണപട്ടം എന്ന പരിപാടിയുടെ 29ാമത് ദിവസമാണ് ഇന്ന്. അനുസ്യൂതം അഭിരാമം അഭംഗുരം രാമനാമചിന്തകൾ ഒഴുകുന്ന ഈ കർക്കിടക മാസം നമ്മളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാക്കി തരുന്നുണ്ട്. ഒരു കാലത്ത് ഭക്തിയുടെ പ്രാധാന്യം കൂടുതൽ ഉണ്ടാക്കി നൽകിയിരുന്ന ഒരു മാസമായിരുന്നു കർക്കിടകം. രണ്ടവസ്ഥകളിലായിരുന്നു 2 വർഷങ്ങളെ നീക്കിയിരുന്നത്. ഒന്ന്, മലയാള വർഷങ്ങൾ എടുക്കുമ്പോൾ ചിങ്ങമാസം തുടങ്ങി കർക്കിടകത്തിൽ നിൽക്കുന്ന സമയത്ത് ഭക്തിയുടെ പ്രാധാന്യം കഴിഞ്ഞ 11 മാസങ്ങളിൽ ഉണ്ടായിരുന്ന അവസ്ഥകളിൽ നിന്നും മാറി ഭക്തിയുടെ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്ന കർക്കിടക മാസവും, ജനുവരി മുതലുള്ള മാസം എടുക്കുമ്പോൾ അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ നവംബർ പകുതി കഴിഞ്ഞ് പിന്നീടുള്ള ഡിസംബറിലെല്ലാം നമ്മൾ വൃശ്ചിക മാസത്തിൻ്റെ മണ്ഡലകാലത്തിൻ്റെ പ്രാധാന്യവും ഭക്തിയും എടുക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഭക്തി നമുക്ക് ഏറ്റവും കൂടുതൽ ശരീരത്തിനും മനസ്സിനും ആവശ്യമാണ്. ഭക്തി എന്ന ചിന്ത ജീവിതത്തിലേക്ക് നമുക്ക് എത്തുമ്പോഴാണ് മോക്ഷം എന്ന വിഷയത്തെ നമ്മൾ ആധികാരികമായി മനസ്സിലാകുന്നത്. മോക്ഷത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഭക്തിയിലൂടെ അല്ലാതെ മറ്റൊരു കാര്യത്തിലൂടെ നമുക്ക് ചെന്നെത്താൻ കഴിയത്തില്ല. അപ്പോൾ ഭക്തി ഉണ്ടാകണമെങ്കിൽ നമുക്ക് വേണ്ടത് സജ്ജന സംഗമം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് രാമായണം ശ്രീ ശബരിയുടെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സജ്ജനങ്ങളുടെ സംഗമങ്ങളിലൂടെ മാത്രമേ ലോക ജനതയുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നമുക്ക് ഭക്തി ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ലോകത്തിന് സാധിക്കത്തുള്ളൂ. ഭക്തിയും വിശ്വാസവും ദൈവവും എല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഇപ്പോഴും എല്ലാവരും കൂടി ഒന്നിച്ച് യോജിച്ച് പ്രവർത്തിക്കുന്നത്. ഈശ്വരൻ്റെ പേരിൽ നമുക്ക് യുദ്ധം ചെയ്യുവാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഈശ്വരൻ്റെ പേരിൽ നമ്മൾ ഒന്നിച്ചു ചേരുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പേരിൽ എത്രയോ പേര് ഒന്നിച്ചു കൂടുന്നു, എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ ഭഗവാന്മാരുടെ പേരിൽ പല ജാതി മത നാമാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതമെന്ന് ഹനുമാൻ സ്വാമി പറഞ്ഞതുപോലെ ജാതി നാമാദികൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ഈശ്വരൻ്റെ പേരിൽ എത്രയോ സ്ഥലങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് ഒന്നിച്ചിരുന്ന് നാമം ജപിച്ച് പ്രാർത്ഥിച്ച് ഭഗവാന് വെച്ച നിവേദ്യം അങ്ങോട്ട് വെക്കുമ്പോൾ നിവേദ്യമായും തിരികെ എടുത്തത് പ്രസാദമായും കഴിച്ച് നമ്മൾ സന്തോഷം കൊണ്ട് ആഹ്ലാദങ്ങൾ കൊണ്ട് സമൃദ്ധികൾ കൊണ്ട് ജീവിക്കുന്ന ഒരു കാലമാണിന്ന്. അത് കേരളത്തിലെന്നല്ല, പുറത്താണെങ്കിലും ലോകത്തിന് ഏത് സ്ഥലങ്ങളിൽ ചെന്നാൽ പോലും മലയാളികളുണ്ട് എങ്കിൽ അവിടെ മലയാളികളുടെ അല്ലെങ്കിൽ ഈശ്വര ഭക്തരുണ്ടെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അവരെല്ലാം ഒരിക്കൽ കൂടി നമസ്കരിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഭാഗം എന്ന് പറയുന്നത് ശ്രീ വിഭീഷണന്റെ അഭിഷേകമാണ്. അപ്പോൾ വിഭീഷണന്റെ അഭിഷേകം എല്ലാം കഴിയുമ്പോഴാണ് രാവണൻ അങ്ങ് ലങ്കയിൽ നിന്ന് രാവണൻ ചോദിക്കുന്നുണ്ട്, പോയിരുന്ന വിഭീഷണന്റെ കഥ എന്തായെന്ന് അറിയുന്നില്ല. കാരണം ശത്രുപക്ഷത്തു നിന്നാണ് ഒരാൾ ചെന്നെത്തുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ സാധാരണ രീതിയിൽ ആളിനെ വധിച്ചു കളയുകയാണ്. ഇവിടെ എന്താണ് എന്നറിയില്ല. പിന്നീടാണ് അറിഞ്ഞത് വിഭീഷണന്റെ അഭിഷേകമെല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ രാവണൻ ഇവിടെ നിന്നും ശുഗൻ എന്ന് പറയുന്ന ഒരാളെ, രാക്ഷസ രാജാവായി രാവണൻ പറഞ്ഞതനുസരിച്ച് ശുഗൻ എന്നിരിക്കുന്ന ഒരു രാക്ഷസനെ അവിടെ ഇവരുടെ അടുക്കലേക്ക് ഒരു ദൂതനായിട്ടെന്നല്ല ഒരു ചാരനായിട്ട് വിടുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് രാവണനാണെന്നുള്ള അഹങ്കാരത്തിൽ ശുഗന്, മറ്റൊരു നല്ല ശുഗനുണ്ട് ഭാഗവതത്തിൽ. പലപ്പോഴും ശുഗൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ആ ശുഗനായി മാറും. പേരൊന്നാണെന്നുള്ളതേ ഉള്ളൂ, പ്രവൃത്തികളും ചിന്തകളും രീതികളും രണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ രാമായണത്തിലെ നമ്മുടെ ശുഗൻ ദൂതനല്ല ചാരനായിരിക്കുന്ന ശുഗന ശ്രീരാമന്റെ അടുക്കലേക്ക് ചെന്നിട്ട് സുഗ്രീവനോട് പറയുന്നുണ്ട്, നിനക്ക് നാണമില്ലേടാ, ഏതോ ഒരു ഒരുത്തൻ്റെ ഭാര്യയെ മഹാബലശാലിയായിരിക്കുന്ന രാവണൻ തട്ടിക്കൊണ്ടു പോയിട്ട് അതിനു പുറകെ പോയിട്ട്
പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ രാവണന്റെ സുഹൃത്തായിരിക്കുന്ന ബാലിയുടെ സഹോദരനായ സുഗ്രീവ, നീ എന്തിനാണ് രാവണനുമായി യുദ്ധം ചെയ്തത്? നിനക്ക് അതിന് എന്ത് പ്രയോജനമാണ്? നിനക്ക് നഷ്ടങ്ങളെ വരത്തുള്ളൂ. നിന്റെ 10 ഇരട്ടി ആയുധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പടയുടെ ബലം കൊണ്ടോ ഒക്കെ ശക്തരാണ് രാവണൻ. നിനക്ക് രാവണനുമായൊരു സൗഹൃദമല്ല വേണ്ടത്. ഈ നിൽക്കുന്ന 2 മനുഷ്യന്മാരുടെ ആവശ്യങ്ങളല്ല നിനക്ക് വലുത് എന്ന് പറയുമ്പോൾ, ഇത് കേട്ടിട്ട്, ഈ ശുഗന്റെ വാക്കുകൾ കേട്ടിട്ട് ദേഷ്യം വന്ന വാനരന്മാർ ഓടിച്ചെന്ന് ഈ ശ്രീശുഗനെ നന്നായിട്ട് മർദ്ദിച്ച് പിടിച്ചു കെട്ടി കൊല്ലാനായിട്ട് ഒരുങ്ങുമ്പോൾ ശുഗൻ പറയുന്നുണ്ട്, ചാരനായി വരുന്നവനെ അല്ലെങ്കിൽ ദൂതനായി വരുന്നവനെ വധിക്കരുത് എന്നൊരു നിയമമുണ്ട് പൊതുവിൽ. അപ്പോൾ അതുകൊണ്ട് അല്ലയോ ശ്രീരാമ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കുമെന്ന് ശ്രീരാമനോട് മാപ്പ് പറയുകയും ശ്രീരാമൻ പറയുന്നുണ്ട്, ഇവനെ കൊല്ലേണ്ട, ഇവനെ പിടിച്ചവിടെ നിർത്തിയേക്കൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം ഇവനെ കൊല്ലുവാൻ, ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇവനെ വേണ്ടത് ചെയ്യാം, ഇവനെ ഇപ്പോൾ കൊല്ലരുത് എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, പ്രാധാന്യങ്ങൾ കൊണ്ട് വളരെയധികം ജീവിതത്തിൽ വളരെയധികം വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ചിന്തിക്കുന്ന ശ്രീരാമന്റെ ചൈതന്യത്തെയും ശ്രീരാമന്റെ പ്രാധാന്യത്തെയും നമ്മൾ ഈ രാമായണത്തിൽ കാണുന്നുണ്ട്. അപ്പം അതിനുശേഷം യുദ്ധം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് പ്രാധാന്യത്തോടുകൂടി പോകുമ്പോൾ, ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ആ നിൽക്കുന്ന സ്ഥലത്തു നിന്നും തെക്ക് ദിക്കിലേക്ക് ലങ്കയെ ലക്ഷ്യമാക്കി പോകുമ്പോഴാണ് അറിയുന്നത് അവിടെ കടല് കടന്ന് വേണം പോകുവാൻ. 100 യോജനയിൽ കൂടുതൽ സ്ഥലത്തേക്ക്, 100 യോജനയിൽ കൂടുതൽ ദൂരം കടൽ കടന്ന് വേണം അവിടെ ചെല്ലുവാൻ. അപ്പോൾ കടൽ കടന്ന് ചെല്ലണമെങ്കിൽ, ഈ പറയുന്ന ഇത്രയും ആയുധങ്ങൾ കൊണ്ട് പടയാളികൾ ചെല്ലണമെങ്കിൽ കടലിലെ ജലത്തിൽ നിന്നും ഒരു തോണി ഉപയോഗിച്ച് അപ്പുറത്ത് പോകുക നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ അതിന് എന്ത് ഉപായങ്ങളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതൊരു കാര്യം ചെയ്യാം, നമുക്ക് വരുണനോട് തന്നെ, കടലിൻ്റെ നാഥനായിരിക്കുന്ന, ജലത്തിൻ്റെ നാഥനായിരിക്കുന്ന, പടിഞ്ഞാറിൻ്റെ നാഥനായിരിക്കുന്ന വരുണനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ അല്പനേരം ധ്യാനത്തോടു കൂടി ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ധ്യാനത്തോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അറിയുന്നത് 3 ദിവസമായിട്ടും യാതൊരു മറുപടികളും വരാതിരിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയോ തൻ്റെ ആജ്ഞയോ ഒന്നും കേൾക്കാതെ ഇരിക്കുന്ന വരുണനോടുള്ള ദേഷ്യം കൊണ്ട് രാമൻ രാമബാണം എടുത്ത് എയ്യാനായി തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, വരുണൻ ഓടി വന്ന് പറയുന്നുണ്ട്, അല്ലയോ ഭഗവാൻ, എനിക്ക് അങ്ങയുടെ ഒരു ദേഷ്യവുമില്ല, അങ്ങ് എന്നെ ഒരിക്കലും ഇങ്ങനെയുള്ള യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കരുത്. അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയോട് പറയുന്ന കാര്യങ്ങൾ അങ്ങ് മനസ്സിലാക്കൂ. എനിക്ക് കടൽ കടന്നു മാറുക എന്ന് പറയുന്ന അസാധ്യമായ കാര്യമാണ്. മറിച്ച് ഞാൻ തിരിച്ചൊരു ഉപായം പറയാം. ഈ കരയിലെ കല്ലും മണ്ണും എല്ലാം എടുത്ത് ഈ കടലിലേക്ക് ഇട്ടാൽ അതിനെ താങ്ങി നിർത്തുന്ന രീതിയിലുള്ള ഒരു പാലം പണിയാൻ വിശ്വകർമാവിൻ്റെ മകനായിരിക്കുന്ന നളൻ വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കൂ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വേണ്ട രീതിയിൽ ചെയ്തുകൊള്ളാം. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ആജ്ഞപ്രകാരം നളൻ എത്തുകയും ആ നളൻ വന്ന് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കടലിന് കുറുകെ ഒരു സേതു ബന്ധനം തന്നെ നടത്തിക്കൊണ്ട് ഒരു പാലം, കല്ലുകൾ കൊണ്ടുള്ള ഒരു പാലം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു അണ്ണാൻ വന്ന് പിന്നെ കരയിൽ നിന്നും മണ്ണെടുത്ത് ആദ്യം വെള്ളത്തിലേക്ക് ചാടും, അവിടെ നിന്ന് കരയിൽ വന്നൊന്ന് ഉരുണ്ട് പിന്നെ വെള്ളത്തിലേക്ക് ചാടും. ഇത് കുറേ നേരം ശ്രദ്ധിച്ചിരുന്ന ശ്രീരാമൻ ഈ അണ്ണാനെ കയ്യിലേക്ക് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ കുഞ്ഞെ, നീ ആരാണ്, നിനക്ക് എന്താണ് ഇങ്ങനെ ചെയ്യുവാൻ കാരണമെന്ന് പറയുന്നു ശ്രീരാമദേവന്റെ സീത അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഞാനെന്ന അണ്ണാനായിരിക്കുന്ന ഒരു കൊച്ചു മൃഗത്തിന് പോലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ അത്രമാത്രം ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ തൻ്റെ കൈക്കുള്ളിലേക്ക് ആ അണ്ണാനെ ഇരുത്തി 3 വിരലുകൾ കൊണ്ട് തൂക്കുന്ന ഒരു പാട് നമ്മളിപ്പോഴും എല്ലാ അണ്ണാന്മാരുടെയും പുറത്ത് കാണാം. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ അണ്ണാന്മാരുടെ പുറത്ത് ഈ 3 പാടുകൾ. അന്യ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അണ്ണാൻ്റെ പുറത്ത് ഈ 3 പാടുകളില്ല. അപ്പോൾ അത്ര പ്രാധാന്യത്തോടു കൂടി അതിന് പണ്ട് കാലം മുതലേ നമ്മൾ പറയുന്നൊരു കാര്യം കൂടിയാണ്, അണ്ണാൻകുഞ്ഞും തന്നാലായത്. അണ്ണാൻകുഞ്ഞിന് പോലും തന്നാൽ ആവുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ശ്രീരാമന്റെ സീതാ അന്വേഷണ ദൗത്യത്തെ, സീതാദേവിയെ തിരികെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യത്തെ സഹായിക്കുന്ന വിധത്തിൽ എല്ലാ വിധത്തിലുള്ള ആൾക്കാരുടെയും സഹകരണങ്ങൾ, സജ്ജനങ്ങളായിരിക്കുന്ന ദേവന്മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ
ഭക്തന്മാരായിരിക്കുന്ന ഒരുപാട് പേരുടെ സഹകരണങ്ങൾ ആവശ്യമാണ്. ഭഗവാൻ കൃഷ്ണന്റെ കഥകൾ പോലും എടുത്താൽ അറിയാം, ഭഗവാൻ തന്നെയല്ല ഒരു കാര്യം ചെയ്യുന്നത്. ഭക്തന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു ഭഗവാനോടൊപ്പം എപ്പോഴും, ഗോപന്മാരായിട്ടും ഗോപികമാരായിട്ടും പിന്നീട് വരുമ്പോൾ പാണ്ഡവന്മാരായിട്ടും ഒരുപാട് പേർ. അപ്പോൾ എപ്പോഴും ഭക്തന്മാരുടെ ഒരു ചുറ്റ് എപ്പോഴും ഭഗവാന്റെ അടുക്കൽ എപ്പോഴും ഉണ്ടാകും. അങ്ങനെയാണ് ഭഗവാൻ എന്നൊരു ശക്തിയും ഒരു ചൈതന്യവും വളരെ രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ ഭഗവാന്റെ അടുക്കലേക്ക് ലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടി വളരെ കാര്യമായിട്ട് തന്നെ, വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് സേതുബന്ധനം നടത്തുന്നത്. ഈ സേതുബന്ധനത്തെ ചിന്തിക്കുന്ന ഒരുപാട് തർക്കങ്ങളും ഒക്കെ ഇപ്പോൾ വളരെ കാര്യമായിട്ട് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമുള്ളതല്ല. സേതുബന്ധനത്തിനുള്ള ആ ഒരു പാലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പണ്ട് കാലത്ത് അത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തെളിവാണ് രാമായണത്തില്. രാമായണം എത്രയോ വർഷം മുമ്പ് എഴുതിയാണ്. ആധുനിക യുഗത്തിൽ കണ്ടെത്തിയ എന്തൊക്കെയാണോ അതിൽ നിന്നുള്ള തെളിവുകളും നമുക്ക് അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം എന്തായിരുന്നാലും അതിൻ്റെ തെളിവാണ്. രാമേശ്വരത്ത് പോകുന്നവർക്കറിയാം, അവിടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകളുണ്ട്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, നല്ല ഭാരമുള്ള കല്ലുകളാണ്. കയ്യിലെടുത്താൽ നല്ല ഭാരമുള്ളതാണ്, പക്ഷെ വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് പൊങ്ങിക്കിടക്കും. അതൊക്കെ സാമൂഹികമായ തലങ്ങളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചിന്തിക്കപ്പെടേണ്ടതും, രാമായണം എന്ന് പറയുന്ന ഒരു സങ്കല്പം, രാമായണം എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് നടക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ നളന്റെ വിശ്വകർമാവിൻ്റെ മകനായിരിക്കുന്ന നളന്റെ ചുമതലയിൽ പാലത്തിന് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാൻ ശ്രീരാമൻ പറയുന്നുണ്ട്, നമ്മൾ മുമ്പേ പിടിച്ചു കെട്ടിയ ശുഗനെ കൊണ്ടുവരൂ, അവനോട് പറയൂ ഈ പാലത്തെ കൂടെ പോയിട്ട് അവിടെ ചെന്ന് രാവണനോട് പറയുവാൻ നമ്മളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെ ശുഗന് രാവണന്റെ അടുക്കലേക്ക് ചെന്നിട്ട് രാവണന്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, അല്ലയോ രാവണ, എനിക്ക് എൻ്റെ അറിവ് വെച്ച് ഞാൻ നിന്നോട് പറയാം, രാമനോട് യുദ്ധം ചെയ്യുക എന്നത് അസാധ്യമാണെന്ന് നീ അറിയുക. കാരണം രാമനെ തോൽപ്പിക്കുവാൻ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ചൈതന്യങ്ങൾ കൊണ്ടോ ഒരു രീതിയിലും നിനക്ക് സാധിക്കത്തില്ല. കാരണം ഞാൻ വധാർഹനല്ലെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ എന്നെ കൊല്ലരുത് എന്ന് പറയുകയും എനിക്കവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങൾ ചെയ്യുകയും തന്നത് രാമനാണ്. അതോടൊപ്പം തന്നെ നിന്റെ സഹോദരനായിരിക്കുന്ന വിഭീഷണൻ അവരുടെ ഇടയിൽ ഏറ്റവും വലിയ ശക്തനായ ഒരാളാണ്. ശത്രുപക്ഷത്തെ കാര്യങ്ങളെല്ലാം വിശദമായി അറിയാവുന്ന ഒരാളുടെ സാന്നിധ്യം ഇപ്പുറത്തുള്ളത് നമുക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. അതുകൊണ്ട് അല്ലയോ രാവണ, എത്രയും വേഗം നീ സീതയെ കൊണ്ടുപോയി അപ്പുറത്ത് ശ്രീരാമന് കൊടുത്തിട്ട് നിങ്ങൾ തമ്മിൽ നല്ല സഖ്യത്തോടു കൂടി മുന്നോട്ട് പോകൂ. അതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട്. അപ്പോൾ ശുഗന്റെ പൂർവ്വവൃത്താന്തത്തോടു കൂടി നമുക്ക് വിഷയങ്ങളെ നമുക്ക് നാളെ ചിന്തിക്കാം. ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. കാരണം ഏറ്റവും വളരെയധികം സന്തോഷത്തോടെ സംതൃപ്തിയോടുകൂടി രാമായണം എന്ന് പറയുന്ന വിഷയത്തെ ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പുണ്യമാണ്. അത് രാമായണം നമ്മുടെ വീടുകളിൽ വായിക്കുന്നത് പോലും ഏറ്റവും ശ്രേഷ്ഠമാണ്. കർക്കിടക മാസം മാത്രമല്ല നമ്മൾ രാമായണം വായിക്കുക എന്നുള്ളത്. എന്നും നമുക്ക് രാമായണത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും വായിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ നമ്മൾ ഏറ്റവും വളരെയധികം സന്തോഷമുള്ളവരായി മാറുന്നവരാണ്. ഭക്തി എന്ന് പറയുന്നത് വെറുതെ കാശ് കൊടുത്താൽ മേടിക്കാൻ കിട്ടുന്നത് മാത്രം അല്ല എന്നുള്ള പരമാർത്ഥത്തെ അറിയണമെങ്കിൽ നല്ല ഭക്തി എന്താണെന്ന് ആദ്യം അറിയുക. ഭഗവാനെ കണ്ടെത്തുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഭക്തി. ഭഗവാൻ പൂന്താനത്തിൻ്റെ ഭക്തി സ്വന്തം കുഞ്ഞു മരിക്കുമ്പോൾ പോലും, മരിച്ചു കിടന്നപ്പോൾ പോലും പൂന്താനം പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണോ നമുക്ക് മക്കളായി എന്ന് ചോദിക്കുന്ന ഒരു തലങ്ങളിലേക്ക് യഥാർത്ഥ ഭക്തന്മാരുടെ രാഗതാള ഭാവലയങ്ങൾ മാറുന്ന ഒരു സങ്കല്പം ഉണ്ട്. ആ രാഗതാള ലയങ്ങളിലേക്ക് കൊണ്ടെത്തുവാൻ നല്ലവരായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ജഗദീശ്വരൻ അതിനുവേണ്ട എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ജഗദീശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ. ഇനിയും ഉള്ള ഓരോ ദിവസങ്ങൾ മനസ്സിൽ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹ വർഷം ചൊരിയട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.